മെയിനായിട്ട് നമ്മളിപ്പോൾ ലേബർ വെൽഫെയർ സ്കീംസിൻ്റെ കീഴിലാണ് ഈ സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് എഡ്യൂക്കേഷണൽ സ്റ്റൈപ്പൻഡ്, അതായത് പഠന സഹായം. ഹാപ്പി തൊഴിലാളികളുടെ കുട്ടികൾക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. നിലവിൽ നമ്മൾ 6ാം ക്ലാസ് മുതൽ മുകളിലോട്ട് PhD കോഴ്സ് വരെ ഒരു ലംസം എമൗണ്ട് സ്റ്റൈഫൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഹോസ്റ്റൽ ഫീസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ റേറ്റ്സ് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് 6ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ 1500 രൂപ പെർ ഇയർ ഒരു വർഷത്തിൽ സ്റ്റൈഫൻഡ് ആയിട്ട്. 9ാം ക്ലാസ്സിൽ 3000 രൂപ സ്റ്റൈഫൻഡ് ആയിട്ട്, അവർക്ക് ഹോസ്റ്റൽ ഫീസ് ഇല്ല. 10ാം ക്ലാസ്സിന് 3000 രൂപ സ്റ്റൈഫൻഡ് ആയിട്ട്. അതുപോലെ ഹോസ്റ്റൽ ഫീസ് 1000 രൂപ പെർ മന്ത് ആണ് കൊടുക്കുന്നത്. ഒരു മാസം 1000 രൂപ. സ്റ്റൈഫൻഡ് നമ്മുടെ വർഷത്തിന്റെ എമൗണ്ട് ആണ്, ലംസം എമൗണ്ട്. 11 തൊട്ട് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 5000 രൂപ വർഷത്തിൽ. അതുപോലെ 1000 രൂപ ഹോസ്റ്റൽ ഫീസ് ആയിട്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് 6000 രൂപ ഒരു വർഷം, 1250 രൂപ ഹോസ്റ്റൽ ഫീസ് പെർ മന്ത്. PG MPhil പഠിക്കുന്നത് 7000 രൂപ ഒരു വർഷം, 1250 രൂപ ഹോസ്റ്റൽ ഫീസ്. ഇനി പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണെങ്കിൽ 5000 രൂപ സ്റ്റൈഫൻഡ്, 1000 രൂപ ഹോസ്റ്റൽ ഫീസ്. ഡിപ്ലോമയ്ക്ക് 7000 രൂപ, 1250 രൂപ ഹോസ്റ്റൽ ഫീസ്. ഡിഗ്രിക്ക് 12500 രൂപ സ്റ്റൈഫൻഡ് ആയിട്ട്. അതുപോലെ 1400 രൂപ ഹോസ്റ്റൽ ഫീസ്. PGക്ക് പഠിക്കുന്നത് 50,000 സ്റ്റൈഫൻഡ് ആയിട്ടും 1400 രൂപ ഹോസ്റ്റൽ ഫീസ്. PhDക്ക് 16,000 രൂപ സ്റ്റൈഫൻഡ് ആയിട്ടും 1400 രൂപ. ഇതൊക്കെയാണ് റേറ്റ്സ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇത് പല ക്ലാസിഫിക്കേഷൻ ആ ഫോം നമ്മൾ സ്വീകരിച്ച് വെക്കുക എന്നതാണ് ആദ്യമായിട്ട് എനിക്കൊന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ രണ്ടാമത്തത് പ്രദേശപ്പെട്ട മേഖലയിലെ ഫണ്ടുകൾക്ക് തൊഴിലാളിക്ക് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ദിവസമാണിന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ സംഘടന ഈ കോഴിക്കോട് ജില്ലയിൽ പിറന്നു വീണ ദിവസം. ആ ദിവസം ഈ കോഴിക്കോട് ജില്ലക്കകത്ത് നമ്മുടെ ഈ സംഘടന വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഓരോ മെമ്പർമാരിലുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടേണ്ടത്. നമുക്ക് ഓരോരുത്തരും നമുക്ക് അതിന് അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ സംഘടന ഈ ജില്ലക്കകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ശക്തിപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഓരോ തൊഴിലാളികളുടെ ഉള്ളിലുണ്ടാവുന്നു. അവരെന്ത് പറയുന്ന സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിൽ നേരവും സമയവും കാലവും നോക്കാതെ രാത്രി 2 മണിക്കും 1 മണിക്കും 3 മണിക്കൊക്കെ നമ്മൾ ടാപ്പിങ്ങിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് വന്യമൃഗങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരന്മാർ ഒരുപാട് ജീവനും അതുപോലെ അംഗവൈകല്യങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിച്ച 1-2 സംഭവങ്ങൾ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസങ്ങളിൽ നടന്നിട്ടുള്ളത്. അത് ഒന്ന്, നമ്മുടെ പാലക്കാട് ജില്ലയിലെ നമ്മുടെ സഹോദരൻ ഉമ്മർ എന്ന സഹോദരനെ ആനാക്രമണത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിലമ്പൂരിൽ ഗഫൂർ എന്ന് പറയുന്ന നമ്മളെ ഒരു സഹോദരൻ പുലി ആക്രമണത്തിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമുക്കൊരു മിനിറ്റ് നേരം അനുശോചനം രേഖപ്പെടുത്താം. എല്ലാവരും